അങ്ങനെ ഇന്നത്തെ ടാസ്കിൻ്റെ മൂന്നാം ഘട്ടത്തിൽ അനുമോൾക്ക് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. അനുമോൾക്ക് മാത്രമല്ല ഷാനവാസിനും ഒരു പണി കിട്ടുന്നുണ്ട്. മൂന്നാം റൗണ്ടിൽ 2 പേർക്കാണ് പണി കിട്ടിയത്. ആദ്യം പണി കിട്ടിയത് അനുമോൾക്കാണ്. അനുമോൾക്ക് 12 പോയിന്റ് കിട്ടി. അതിനൊപ്പം തന്നെ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊരു പണി അനുമോൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഷാനവാസിന് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ഷാനവാസിനാണ് 26 പോയിന്റ്. പക്ഷേ ഒരു വലിയൊരു പണിയും കൂടെ കിട്ടി. ഉപ്പുള്ള ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നതാണ് ഒരു കിട്ടിയ പണി. അവിടെ എന്തുണ്ടാക്കിയാലും തന്നെ നമ്മൾ കുക്ക് ചെയ്ത് എന്തുണ്ടാക്കുമ്പോഴും ഉപ്പ് ഇടുമല്ലോ. പായസത്തിന് വരെ ഒരു നുള്ളുപ്പിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അടുക്കളയിൽ വെച്ച് എന്തൊക്കെ തന്നെ ഉണ്ടാക്കിയാലും ഉപ്പിടാതെ ഉണ്ടാക്കാറില്ല. ഇനി സ്പെഷ്യലായിട്ട് ഷാനവാസിന് ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ അവർ ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് നോക്കാം. എന്തായാലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ അവർക്ക് ഈ ഒരു ടാസ്കിലൂടെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ടാസ്ക് അവസാനിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ലഭിച്ച പോയിന്റുകളെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ വീക്കിലി ടാസ്കിലെ വിന്നർ ആരാണെന്ന് അറിയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇപ്പോഴും ആര്യൻ തന്നെയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അതിന് തൊട്ട് താഴെ അനുമോളും അതിന് തൊട്ട് താഴെ അനീഷുമാണ് നിൽക്കുന്നത്. ആര്യൻ തന്നെ ആയിരിക്കാം ആ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ചെറിയൊരു ബോണസ് പോയിന്റ് ലഭിക്കാൻ പോകുന്ന ആൾ. നമുക്ക് എന്തായാലും നോക്കാം. ലൈവിൽ ഇപ്പോൾ 3ാം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.